മിമിക്രി ഇനമാണ് വേദിയിൽ. നിങ്ങൾക്ക് ഏവർക്കും ഈ സ്കിറ്റിലേക്ക് സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ മലയാള സിനിമയുടെ സ്വപ്നഭൂമികയിലേക്ക് അഭിനയമോഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശവുമായി കടന്നുവന്നു. പ്രവചനങ്ങളുടെ ആകസ്മികതയ്ക്കപ്പുറം കാലം സുവർണ ലിപികളിൽ കരുതിവെച്ച നടനവൈഭവത്തിന്റെ എത്രയോ വിസ്മയ കാഴ്ചകൾ ഒരുക്കി. വാണിജ്യ സമാന്തര ചലച്ചിത്ര സബരികളിൽ ഒരേപോലെ പുരുഷ സൗന്ദര്യത്തിന്റെ പൂർണ്ണത വിളിച്ചോതിയ നടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി. കേട്ടില്ലേ എന്നെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ എന്നെ എട്ടനൊരുക്കിയ സമ്മാനം, കണ്ണതിൽ കണ്ടൊരു മുദ്രാരം, കരളിൽ കവിളച്ചു ഉത്സവമത്സരമായി ഉള്ളുത്തൊടി തൊടിച്ചു വന്നല്ലോ കല്യാണം, അങ്കിളിച്ച നിലക്കിണ്ണം നിറഞ്ഞ വിണ്ണിലവിൽ ചിരിമഴ നനയാൻ തിരനോട്ടമെന്ന ആദ്യ ചിത്രം വെളിച്ചം കണ്ടില്ലെങ്കിലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഇരുവശത്തേക്കും പകുത്തിട്ട നീളൻ മുടിയുമായി കടന്നുവന്ന നരേന്ദ്രൻ തീവ്രമായ പരകായ പ്രവേശം ആവശ്യപ്പെടുന്ന ഭാവപ്പകർച്ചയുടെ വാനപ്രസ്ഥങ്ങളിലും ഒരുപോലെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു ചെറുചിരി കൊണ്ടുപോലും നമ്മുടെ നെഞ്ചോരത്ത് ആസ്വാദനത്തിന്റെ കളിക്കൂട് കൂട്ടുന്ന നമ്മുടെ സ്വന്തം ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഭരത് മോഹൻലാൽ. ധില്ലം ധില്ലം ധളാങ്കണക്ക ചണ്ടമൃതങ്ങം മേലെ കാവിൽ കൂരക്കാവടി പീലിക്കോരടി പാണ്ടി പടയണി മേളം, ഓ കാവടി മേളം. ഹേ നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പിരി വെട്ടി തോതിര കടകമുടിരിയും തടയും താളം, ഓ കടകൻ താളം. കോമരങ്ങൾ കൊടിയുണ്ടേ, പഞ്ചവാദ്യപ്പുവിലുണ്ടേ, കോമരങ്ങൾ കൊടിയുണ്ടേ, പഞ്ചവാദ്യപ്പുവിലുണ്ടേ, സതിരുണ്ടേ. താരങ്ങൾ ഒരിക്കലും മായുന്നില്ല. സിനിമകളിൽ ക്ലാസിക് ആയാലും കൊമേഴ്സ്യൽ ആയാലും ഇന്ത്യൻ സിനിമയുടെ ചുക്കാൻ പിടിക്കുന്ന താരങ്ങൾ മലയാള സിനിമയുടെ ഈ പൊൻമുത്തുകളാണ്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. കവിതയോ? കവിതയാണെങ്കിൽ സുന്ദരിയാണ്. സുന്ദരി എന്ന് പറഞ്ഞാൽ സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം, നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങു മോടിയാക്കുവാൻ. ആരാണ് വരന്റെ പെങ്ങളായിട്ട് ഉദ്ദേശിക്കുന്നത്? നിന്നെ തന്നെയാണ് ഹരി. നീ ഒരു സഹോദരനെ പോലെ കരുതി ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. കൃഷ്ണ, നീ അവളെ മറക്കണം. ഹരി, അവൾ എന്നെ മറന്നാലും ഞാൻ അവളെ മറക്കില്ല. നിന്നെ അവള് മറക്കാൻ അവൾ നിന്നെ ഓർത്തിട്ട് വേണ്ടേ? എന്നെ ഓർക്കാതിരിക്കാൻ ഞാൻ എന്താ നിന്നെ പോലെ അവതാളത്തിലാണോ ഡാൻസ് കളിക്കുന്നത്? അവതാളത്തിൽ ഡാൻസ് കളിച്ചാലും എനിക്കല്ലേ ഗ്ലാമർ. അത് നീ നോക്കിയ കണ്ണാടി നല്ലതായതുകൊണ്ട് മാത്രം. ഗ്ലാമറിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും പിന്നിലല്ല. പക്ഷേ ആ പരിപ്പ് ഈ കളത്തിൽ വേവില്ല കിണ്ണ. മോനെ ഹരി, ഞാൻ അവളെ തന്നെ കിട്ടും. എന്തായാലും അവളുടെ മുമ്പിൽ ഞാനൊരു സംഗീതം ആലപിക്കും. ദർബാർ രാഗത്തിൽ ആ ഗാനം പാടി മുഴുവിക്കും മുമ്പേ വിറയാർന്ന കൈകൾ ഉയർത്തി എന്നെ അവൾ അഭിനന്ദിക്കും. പിന്നെ ഇയാൾ ഏത് പാട്ടാ പാടിയിട്ടുള്ളത്? എന്താ, കേൾക്കണോ? കണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവാ ഒരു കുഞ്ഞാര തേൻകണി താതാ, നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം, ഒരുക്കാം ഞാൻ പൊന്നോണം ചങ്ങാതി. എങ്കിൽ ഞാൻ പാടിയ പാട്ട് ഒന്ന് കേൾക്ക് കൃഷ്ണ. പൊലിയോ പൊലി പൂക്കില നാക്കില നിറനാഴിയളന്ന് പൊലി, കൊയ്യാക്കതിരമ്പിളി അരിവാൾ അറിയാതെ കൊയ്തുമതി, ഒന്നാം കണ്ടം ഉഴുതുമറിച്ചത് വല്യമ്പ്രാനല്ല, ചെമ്പാവരി ചേരിയളന്നത് കുഞ്ഞാത്തോലല്ല. അയ്യോ, ഇതെന്താ നിലവിളിയോ? മോനെ ഹരി, ഇതാ പിടിച്ച ഒരു അടിപൊളി പാട്ട്. കറുകര കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ് കരളാണ്, കാട്ടുപൂവിൻ കന്നി തേനാണ്, മാറ്റൂരിൻ മൈന പെണ്ണാണ്.
എങ്കിൽ കിണ്ണ ഒന്നും കൂടെ പിടിച്ചോ. ഇത്തരം പാട്ടുകൾ അവൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ എന്നെയും ഇഷ്ടപ്പെടും. മംഗളമംഗളമേ സോദരരെ മംഗളമംഗളമേ ഇവരെന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വമംഗളമേ സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു. അവൾ നിന്നെ ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ്. പ്രായമുള്ളവരെ കാണുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരു സിമ്പതിയൊക്കെ തോന്നും. പ്രായത്തിൽ തൊട്ട് കളിക്കരുത്. പ്രായം കൂടുതലുണ്ടെങ്കിലും ഗ്ലാമർ എനിക്ക് തന്നെ കിണ്ണ, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ ഗുഹ പോലുള്ള മോക്കും മുടന്തിയുള്ള നടപ്പും കണ്ടാൽ പെണ്ണുങ്ങൾ അങ്ങ് ഇഷ്ടപ്പെടുമെന്ന് വിചാരമില്ലേ? പിന്നെ ത്രാസ് പോലെ ചരിഞ്ഞ തോളും തണ്ണിമത്തൻ പോലുള്ള മുഖവും ഏത് പെണ്ണിനാ കൃഷ്ണ ഇഷ്ടപ്പെടുന്നത്? മോനെ ഹരി വേണ്ട. പട്ടണപ്രവേശത്തിലൂടെ അക്കരെ എത്തിയ അധിപനാണ് ഞാൻ. ന്യൂഡൽഹിയിലൂടെ ദുബായിലെത്തിയ കുട്ടേട്ടനാണ് ഞാൻ. 20-ാം നൂറ്റാണ്ടിൽ രാജാവിന്റെ മകനായി ചെങ്കോലും കിരീടവും വെച്ച് ചോട്ടാ മുംബൈയിലെ രാവണപ്രഭുവായി പൂച്ചയ്ക്കൊരു മൂക്കൂത്തിയുമായി വന്ന പ്രിൻസാണ് ഞാൻ. വീണ്ടും ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് സാമ്രാജ്യത്തിലൂടെ അഴകിയ രാവണനായി രാക്ഷസ രാജാവായി പപ്പയുടെ സ്വന്തം അപ്പൂസിന്റെ ഒരു വടക്കൻ വീരഗാഥയിലെ ദി കിങ് ആണ് ഞാൻ. വഴിയോര കാഴ്ചകളിൽ ഹലോ പറഞ്ഞ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളുമായി വന്ന് കീർത്തിചക്രം നേടിയ ബാലേട്ടനാണ് ഞാൻ. ബാലേട്ടനല്ല, ആടുതോമ. മണിമത്തൂരിലെ 1000 ശിവരാത്രി കണ്ട് തച്ചിലേടത്ത് ചുണ്ടനിൽ സംഘം ചേർന്ന് ദിനരാത്രങ്ങൾ താണ്ടി ആ രാത്രിയിൽ മായാവിയായി വന്ന് തുറപ്പുകുലാനായ ഹിറ്റ്ലറാണ് ഞാൻ. ഹിറ്റ്ലർ അല്ല മോനെ, പൊന്തന്മാട. നന്ദി, വീണ്ടും വരിക. വന്ദനം. എങ്കിൽ കായിൽ പിടി. കായി പിടിക്കാനോ? അതല്ല, കായെന്ന അക്ഷരത്തിൽ തുടങ്ങാൻ. എങ്കിലെന്നാ പിടിച്ചോ. കടത്തരടനമ്പാടി, കാലാപ്പാനി, കമ്പനി, കമലദളം, കിലുക്കം, കളിക്കളം, കിഴക്കൻ പത്രോസ്, കാർണിവൽ, കോട്ടയം കുഞ്ഞച്ചൻ, കാഴ്ച, ക്രോണിക്, ബാച്ചിലർ. എങ്കിൽ പായിലാവാം. പായെന്തിനാ? ഉറങ്ങാനോ? എടോ, പായെന്ന അക്ഷരത്തിൽ തുടങ്ങാന്ന്. പരമ്പര, പൂവിന് പുതിയ പൂന്തന്നൽ, പട്ടാളം, പിന്നിലാവ്, പ്രജാപതി, പഴശ്ശിരാജ, പിൻഗാമി, പമ്പരം, പവിത്രം, പഞ്ചാഗ്നി, പരദേശി, നമ്പർ 20 മദ്രാസ് മെയിൽ, പടയണി, പടയോട്ടം, അതിരാത്രം, നാണയം, നരസിംഹം, ഹരികൃഷ്ണൻ. ഒന്നാണ് നമ്മൾ. ഹരി, നമ്മൾ രണ്ടല്ല, ഒന്നാണ്. കലയും കലാകാരന്മാരെയും ഇന്നും സ്നേഹിക്കുന്ന ഈ കൊച്ചു കേരളത്തിന് നമ്മളെ ആവശ്യമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് വർഷങ്ങൾ കൊണ്ട് സൂപ്പർ താരങ്ങളായത്. പക്ഷെ ഇന്ന് മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ മറ്റൊരു സൂപ്പർ താരമുണ്ട്. ദേ കാണ്. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുനർജന്മം, നീ എന്നും കാമാക്ഷി. ഓ പ്രിയേ, ഓ പ്രിയേ, ഓ പ്രിയേ. എന്റെ ലാലേട്ട, ഇവന്റെ ഡാൻസും പാട്ടൊക്കെ കേട്ടല്ലോ. ഈ മലയാള സിനിമയെ നശിപ്പിക്കുന്ന ഇവനെ ഞങ്ങൾ എന്ത് ചെയ്യണോ? നിങ്ങൾ പറ. കല അത് ദൈവാനുഗ്രഹമാണ്. അതെ, അർഹിക്കുന്നവനെ അത് കിട്ടും. കലയും കലാകാരന്മാരെയും ഇന്നും സ്നേഹിക്കുന്ന ഈ കൊച്ചു കേരളത്തിന് നമ്മളെ ആവശ്യമാണ്. നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. എങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ നമുക്കൊരു പാട്ട് പാടാം. ഞാനൊരു ഡാൻസ് മോഹൻലാൽ അടിച്ചാൽ വീഴുമട ഷാറുഖ് ഖാനും വൈറ്റിൽ മന്നനല്ല. മമ്മൂക്ക നടിച്ചാൽ കൈയടിക്കും ബച്ചനടെ ആക്ടിംഗ് മന്നനല്ല. ലാലേട്ടൻ മമ്മൂക്ക പല്ലിനകത്ത് എനിക്ക് കിട്ടുന്ന ഒരു പീസുകളെ ഇതെന്തുവാടെ ഈ തിരിച്ചിട്ടിരിക്കുന്നത്? ഞാനോ കാറോ? ദൈവമേ, പഴയതുപോലെ അബദ്ധം പറ്റല്ലേ. ഒന്നാമത് മൊത്തത്തിൽ എല്ലാം പടിവാളിരിക്കുക. കോമളം,
എന്താ കണവാ? കണവയോ? ഈ കണവാന്നും കണ്ട് പറഞ്ഞ ഒരു മീന്റെ പേരല്ലേ? കണവേന്ന് വെച്ചാലേ ഭർത്താവ് എന്നർത്ഥം. ഓഹോ, അപ്പൊ ചാളാന്ന് വെച്ചാ ഭാര്യ എന്ന അർത്ഥം. ഈ ചേട്ടന്റെ ഒരു കാര്യം, ഈ കോമളത്തിന്റെ വേറൊരു കാര്യം. ദാ പാല്. തപാലോ? ഈ പാതിരാത്രിക്കോ? തപാലല്ല, ദാ പാലെന്ന്. താന്ന് എന്തൊരു മധുരവാ. ചേട്ടൻ വിത്തൗട്ട് ആണോ? ആവശ്യമില്ലാത്ത പറയരുത് പെണ്ണെ, ഞാൻ വിത്തൗട്ടൊന്നുമല്ല, പറഞ്ഞു കേട്ടല്ലോ. ചേട്ടാ, താലി കെട്ടുന്ന സമയത്തെ ചേട്ടൻ എന്തെന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നത്? എന്തോന്ന്? താലി കെട്ടുന്ന സമയത്ത് എന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നത് എന്തെന്ന്? എടി, ട്രെയിന് തലവെക്കാൻ പോകുമ്പോ വരുന്നത് നേത്രാവതിയാണോ കുർള എക്സ്പ്രസ് ആണോ എന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ മിണ്ടതില്ല, പോ. അയ്യോ പെണങ്ങല്ലേ, എന്റെ പൊന്നല്ലേ, ഒരുപാട് പ്രതീക്ഷകളുള്ളതാ. പിണങ്ങി പോവല്ലേ, എന്റെ പഞ്ചാരയല്ലേ, എന്റെ ചക്കരയല്ലേ, അയ്യോ എന്റെ തേനല്ലേ, അയ്യോ എന്റെ കൽക്കണ്ട ഖനിയല്ലേ. ഓ, ഈ ഡയലോഗ് ഒക്കെ ഒന്ന് പയ്യെ പറ. അതെന്താ? വല്ല ഉറുമ്പും കേട്ടാ നമ്മളെ വെച്ചേക്കൂല. പിന്നെ ഇത്രയും നാൾ എന്താ കല്യാണം കഴിക്കാഞ്ഞേ? ചൊവ്വാദോഷമായിരുന്നേ. ആണോ? ചേട്ടനൊന്നും വിശ്വാസമില്ല? ചൊവ്വയും മാത്രമല്ല ഉള്ളൂ ദോഷം, ബാക്കി ബുധനും വ്യാഴവും വെള്ളിയൊക്കെ ഇങ്ങനെ ഫ്രീയായിട്ടിങ്ങനെ നിറഞ്ഞ് കിടക്കുകയല്ലേ. ചേട്ടാ, അമ്മയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ആരെയാ? അമ്മയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആ പേര് മിണ്ടല്ലേ. എന്താ? നിനക്കറിയാവോ, എന്റെ അമ്മ കാരണമാണ് എന്റെ ആദ്യരാത്രി കുളവായതും. അതുകൊണ്ടാണ് ഞാൻ ഒരു 10-15 കിലോമീറ്റർ മാറി ഈ റബ്ബർ എസ്റ്റേറ്റ് കോളനിയിൽ ആര് ശല്യപ്പെടുത്താടുത്ത് വന്ന് വീട് വെച്ച് അവിടെ വന്ന് ആദ്യരാത്രി ആഘോഷിക്കുന്നത്. ആണ്ടാ സത്യം. ഹലോ ഹലോ, ആരാ? മോനെ, അമ്മയാടാ. അമ്മയാണോ? അയ്യോ, എന്താ അമ്മച്ചി, എന്ത് പറ്റുമാ? മോൾ ഇവിടെ അടുത്തോണ്ടമ്മ. എന്താ നീ എന്തെടുക്കുവാടാ? ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്ത് മോനെ, പനി വല്ലതും ഉണ്ടോടാ? പനിയില്ല. അമ്മച്ചി ചൂടുവെള്ളം കൊണ്ടുവരട്ടെ? ഈ ചൂടുവെള്ളം കാരണമല്ലേ കളവി ഞാനൊരു 10-15 കിലോമീറ്റർ മാറിപ്പോയി താമസിക്കുന്നത്. അപ്പൊ അവിടെയും ചൂടുവെള്ളം. ഇതിനു വേണ്ടി ചൂടുവെള്ളം ഇവിടെ ആര് തിളപ്പിച്ചിട്ടിരിക്കുന്നു? അമ്മച്ചി വലിയൊരു അണ്ടാവിനകത്ത് തിളപ്പിച്ചിട്ടിരിക്കുന്നതാ. അയ്യോ, എന്നാ അതിനകത്തോടെ അടുത്തങ്ങ് ചാട്. അയ്യോ, നിന്റെ അമ്മച്ചി കറുത്തു പോത്തില്ലയോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ലേ സിംഗപ്പൂർ മദാമയാണെന്ന്. സിംഗപ്പൂർ മദാമേ, ഹൗ ആർ യു, വാട്ട് യു വാണ്ട്? മേലായി ബോഡി വിളിച്ചു പോരുത്, പറഞ്ഞ കേട്ടല്ലോ. നിനക്കറിയാവോ എന്താ? ഈ ലോകത്ത് എന്റെ അമ്മ ചൂടുവെള്ളം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ സുധാകരൻ എന്ന് 2 പിള്ളേരുടെ തന്തയായന്. എന്റെ ആദ്യത്തെ ഭാര്യ കുസുമം ആദ്യരാത്രി നടക്കാത്തോണ്ട് വേറൊരുത്തനുമായിട്ട് ഇറങ്ങി അങ്ങ് പോയി. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. സുധാകരൻ സ്വീകരിച്ചില്ല. അതെന്താ? ഈ പൊട്ടിയ ചെമ്പിൽ ബിരിയാണി വെച്ചിട്ട് എന്ത് ചെയ്യാന്? ഇതേ നോക്കിയേട്ടാ, ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഓർത്ത് എന്റെ ചേട്ടൻ വിഷമിക്കേ വേണ്ട. ഞാനേ ഒരു മഹാലക്ഷ്മിയാണ്. ഞാൻ ഈ വീട്ടിൽ വലതാല് വെച്ച് കയറിയതിനു ശേഷം നമ്മളെ ശല്യം ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചു. നീ വലത് കാലത്ത് കുത്തിയതിനു ശേഷം നമ്മുടെ ശല്യപ്പെടുത്താൻ ആരും വന്നിട്ടില്ല. അതും ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന പഴയതുപോലെ 8ന്റെ പണി കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ്. എന്റെ കോമളം. കോവളോ? കോവളമല്ല, ശംഖുമുഖം. എടി എന്റെ കോമളം. എന്റെ സുധാകരേട്ടാ, ഇവിടെയോരോ മാംസപുഷ്പം ഇണയെ തേടും രാവിൽ നഗ്നയ ഭൂമിയെ ആരെന്നറിയാമേല ഈ സമയത്ത് സുധാര മരിക്കാൻ കിടക്കുന്ന നമ്മൾ അമ്മൂമ്മയ്ക്ക് ആഗ്രഹോടാ. എടാ, അവസാനമായിട്ട് നിന്നെ ഒന്ന് കാണാൻ. ആർക്ക്? അമ്മൂമ്മയ്ക്ക്. അമ്മൂമ്മയ്ക്കോ? അതുകൊണ്ട് നീ വിഷമിക്കണ്ട, അമ്മൂമ്മയെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്ന്? പൊടിയാ, കൊണ്ടുപോടാ. ആശുപത്രി കിടക്കുന്ന അമ്മമ്മയ്ക്ക് അവസാനമായിട്ടൊരാഗ്രഹം എന്നെ ഒന്ന് കാണണമെന്ന്. ഈ നിൽക്കുന്ന അമ്മമ്മയ്ക്ക് പോത്തുപോലത്തുള്ള 2 മക്കളുണ്ട്. അവരെ ആരെയും കാണണ്ട, തള്ളക്ക് എന്നെ തന്നെ കാണണം. അയ്യോ, അതിലൊരു പോത്തല്ല വന്നിരിക്കുന്നേ. പോത്ത ഇഞ്ഞു വാ. അമ്മമ്മോ, മക്കളെ എന്ത് പറ്റി? ഒട്ടും വയ്യ. ഇന്നലെയും ഞാൻ ആശുപത്രി വന്നില്ലായിരുന്നു ഒരു കെട്ട് മുറുക്കാനുമായിട്ട്. വന്നായിരുന്നു. അപ്പൊ എന്നെ കണ്ടായിരുന്നു. ഇന്നും കൂടെ വന്ന് കാണാൻ എനിക്ക് കൊമ്പ് വല്ലതും മുളച്ചോ? എടാ, എന്റെ പൊന്നു മക്കളെ, അമ്മാമയ്ക്ക് ഇനി അവസാനായിട്ട് ഒരാഗ്രഹം മാത്രമേ ഉള്ളു. മായാമോഹിനി കാണുന്നു? അതല്ല, പിന്നെ മരിക്കുന്നെങ്കിൽ നിന്നെ മണ്ണിൽ തന്നെ എന്നെ അങ്ങ് അടക്കണേ. മരിക്കുന്നെങ്കിൽ ഈ മണ്ണിൽ തന്നെ ഞാൻ അടക്കിക്കോളാം. ഈ 5 സെന്റ് പുരടത്തിൽ. മനസ്സിലായില്ലേ? ആദ്യം ഈ വീട്ടിലൊരു വയറുകാണൽ ചടങ്ങ് നടക്കട്ടെ. ഒരു വയറുകാണൽ ചടങ്ങൊക്കെ നടക്കട്ടെ. എത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു? എത്ര തലമുറ കണ്ട്? അമ്മാമ മൊത്തത്തിൽ 3 തലമുറ കണ്ട്. 3 തലമുറ കണ്ടില്ലേ? അറ്റ്ലീസ്റ്റ് ഒരു തലമുറ
ഈ സുധാകരനൊന്ന് കണ്ടോട്ടെ, അല്ലെങ്കിലേ വംശനാശം വന്ന് ഇല്ലാതായി തീരും. ഇതോടുകൂടി ഈ സമ്പാദിച്ചു വൈശാഖാർക്കെങ്കിലും കൊടുക്കട്ടെ. ശരി അമ്മ, ആശുപത്രിയിലോട്ട് പോ. മക്കളെ വരാൻ പറ. ആരോട്? നിന്റെ പെണ്ണിന്റെ അടുത്ത്. എന്താ അനുഗ്രഹം തരാനും കണ്ട് ആശുപത്രി ഓടിപ്പടച്ച് വന്നതാ. അനുഗ്രഹം കൊടുക്കാൻ വന്നില്ല. അനുഗ്രഹം കൊടുക്കാനാ? പിന്നെ അതിനൊന്നുമല്ല, എനിക്ക് ആശുപത്രി കൂട്ടിരിക്കാൻ. അല്ലെങ്കിൽ അടുപ്പി വെച്ചാൽ കൊന്നുകളെ പറഞ്ഞോ. എന്തോ പറയാനാ നോക്കണം, ഒരേ ശല്യങ്ങൾ ഇവിടെ. ഇറങ്ങടാ കൂത്തേ, ഇങ്ങനെ നടക്കുക. സ്വസ്ഥത തരില്ല. ഞാൻ സത്യമംഗലം കാട്ടി പോയി താമസിച്ചാൽ അവിടെയും വരും. അപ്പൂപ്പനും അമ്മയും കൊച്ചുമോനും വല്യമോനും എല്ലാം കൂടെ. സുധാകരൻ മനസ്സറിഞ്ഞു പറയുന്നു, എന്റെ ആദ്യ രാത്രി ശല്യപ്പെടുത്താൻ വന്ന ഈ അമ്മമ്മ ആശുപത്രിയിൽ എത്തില്ല, അതിനു മുമ്പേ തട്ടിപ്പോയിരിക്കും. വേറെ ആരും വന്നത്? നിങ്ങളുടെ അമ്മാമ്മയല്ലേ വന്നത്? അയ്യോ കുമ്മാമ്മ, പെൻഷൻ കാശ് കിട്ടുമ്പോ കുമ്മാമ്മയുടെ മുഖം ഒന്ന് കാണണം. തക്കാളിപ്പെട്ടി പോലെ ഈ വീരിക്കിങ്ങനെ ഇരിക്കും കുമ്മാമ്മ. പാവം അമ്മാമ്മയ്ക്ക് ഭയങ്കര വലിവായിരുന്നു. നല്ല വലിവാ. 1.5 കിലോ അരിയുടെ ചോറൊക്കെ ഒറ്റയിരിപ്പി തട്ടുന്ന അമ്മാതിരി വലിവാ കളവിക്ക്. ചേട്ടാ അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ശരിയാ, എന്റെ സ്മോൾ കുട്ടി പറ. എന്റെ നെപ്ലസ് എങ്ങനെയുണ്ട്? നെപ്ലസ് ഡിഗ്രിക്കാരിയാണെന്നാണോ ഞാൻ നാട് മൊത്തം വിളമ്പി വെച്ചിരിക്കുന്നത്? ഡിഗ്രിയാണെന്ന്. അതിനിടയ്ക്ക് നെപ്ലസ് കുപ്ലസ് എന്നൊക്കെ പറഞ്ഞാല് ആരെങ്കിലും കേട്ട എനിക്കല്ലേ എന്റെ നാണക്കേട്. പറയുമ്പോ അക്ഷരസ്ഫുടത വേണം. നെപ്ലസ് അല്ല, പിന്നെ നിക്കോളാസ്. ചേട്ടാ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? മോൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നേരം വെളുപ്പിക്കാതിരുന്നാ മതി. ഇല്ല, നമുക്കുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞ് ആണാകാനാണോ ആഗ്രഹം അതോ പെണ്ണാകാനാണോ ആഗ്രഹം? ഏതായാലും എന്റേതാവണോ എന്നാണ് എന്റെ ആഗ്രഹം. പോവിടുന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമുക്കുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞ് ആണാണെങ്കിൽ അവൻ ആര് കേട്ടാലും ഞെട്ടുന്ന ഒരു പേരിടണം. എന്നാ നമുക്ക് ബോംബെന്ന് ഇട്ടാലോ? അതല്ലെന്ന്, നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഒരു പേര്. എന്നാ ബനിയനെന്ന് ഇടാം. അതാകുമ്പോ നെഞ്ചോട് ചേർന്നാ കിടന്നോളൂ, ഊരായിരുന്നാ മതിയല്ലോ. ചേട്ടന്റെ ഒരു കാര്യം, ഈ കോമളത്തിന്റെ രണ്ടാമത്തെ വേറൊരു കാര്യം, അത് ഒരു സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ്. എന്റെ കോമളം, എന്റെ സുധാകരേട്ടാ. അങ്ങനെ ഇവിടെയോരോ പുഷ്പവും ഇണയെത്തേടും രാവേ നഗ്നയഭൂ. എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ വല്ല ജയിലിലും പോകുമ്പോൾ ആരെന്നറിയാൻ മേലെ സമയത്ത്. എന്തുവാടാ നേരത്തെ നിന്റെ റേഡിയോ സ്റ്റേഷൻ? എന്താ മോനെ? ഈ ആൽമരം പോലെ ഇരിക്കുന്ന നീ എന്തിനാടാ റോസാപ്പൂ പറിക്കാൻ പോയത്? ആരോടും പറയത്തില്ല, നീ പറയാ. ഞങ്ങളുടെ സ്കൂളിലെ ബിന്ദുവിന് കൊടുക്കാനാ. കണ്ടോടി, മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പേ കൂടെ പഠിക്കുന്ന പെണ്ണുമായിട്ട് അവന് പ്രേമം. അയ്യോ, കൂടെ പഠിക്കുന്നൊന്നും അല്ല. അയ്യോ, പിന്നെ ആരാണത്? എന്റെ ക്ലാസ് ടീച്ചറാ ബിന്ദു. ഇന്ന് ക്ലാസ് ടീച്ചറിന് കൊടുത്തു, നാളെ അവൻ നിനക്ക് തരത്തില്ലെന്ന് എന്തുകൊണ്ട് ഉറപ്പ്? ഷുഗർ അല്ല, പ്രഷർ. പുള്ളി ആരാ പുള്ളിയത്? ഇറങ്ങടാ ആനെ. ഇറങ്ങിപ്പോടാ കംസ. എന്റെ പൊന്നുമോനല്ലേ ഒന്ന് ഇറങ്ങിപ്പോ. മാമൻ ഇപ്പൊ പറഞ്ഞോടെ, മാമൻ എന്ത് വേണമെങ്കിൽ സാധിച്ചു തരാം. ഒന്ന് ഇറങ്ങിപ്പോ. എന്ത് സാധിച്ചു തരും? എന്റെ 5 സെന്റ് പുരയുടെ നിന്റെ പേര് ഞാൻ എഴുതി വെക്കാം തൽക്കാലം. പിന്നെ ചെറിയ ആഗ്രഹമുള്ള എന്തുവാടാ? എനിക്ക് എന്റെ മാമന്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങിയാ മതി. നടു തളർന്ന് ബെൽറ്റിട്ട് ഞാൻ ഇവിടെ കിടക്കണം. അതാണ് ഈ കാവാലികന്റെ ആഗ്രഹം. ആടട്ടെ, ഒരു തൊട്ടിൽ കെട്ടിയട്ടെ. ഇവനെ ഒന്ന് ആനക്കണമെങ്കിൽ ഞാൻ വിളിക്കണം 2 ലോഡിങ്ങുകാര്. ഇറങ്ങടാ. നീ ഒരു കാര്യം ഓർത്തു നോക്ക്, നിന്റെ തുടയുടെ കനവല്ല ഉള്ളൂ എനിക്ക്. പറയുന്നൊന്ന് കേക്കടാ, ഒന്നിറങ്ങി പോടാ. ഓ, എന്റെ പൊന്നെ ഇങ്ങനെ കടിച്ചു കയറാതെ. മുളിപ്പ് എന്ത് വേണം? പിടിച്ചിറക്കി വിട് ചേട്ടാ. സുധാകരൻ വലിച്ചടക്കട്ടെ. പിടിച്ചിറക്കി വിട്. കുഞ്ഞാണ് നോക്കത്തില്ല, മാമ എടുത്ത് വലിച്ചടയ്ക്കും. എടി, ആ മോഹന്റെ നമ്പർ ഇരിപ്പുണ്ടോടി? അതാരേട്ടാ? ആ JCB ഡ്രൈവർ. ഇവനെ വലിച്ച് വെളി കളയണ്ടേ? എനിക്ക് വേണ്ടി മാത്രമാണോ കുഞ്ഞെ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? സപ്പോർട്ട് ചെയ്യടി. ആകെപ്പാട് 2 പൈന്റ് പെട്ടി ഉണ്ടാകാൻ
കഥവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് തല്ലി താർക്കല്ലോ, പോ അവിടുന്ന് അങ്ങോട്ട്. അയ്യോ ചേട്ടാ, കുഞ്ഞ് പോയില്ല. കുഞ്ഞ് പോയില്ലെങ്കിൽ ഞാൻ എന്താ വേണം? നിനക്ക് ഒന്നാമത്തെ ആയിരിക്കും, എനിക്കിത് മൂന്നാമത്തേതാ. പറഞ്ഞു കേട്ടല്ലോ കൊച്ചെ. അല്ല, കുഞ്ഞ് പേടിയാവില്ലേ? നീ ആടാ ഈ ഏരിയയിൽ ഏറ്റവും വലിയ കോക്കാച്ചി തലയാ. അവിടെ പ്ലൈവുട്ടി കിടന്ന് അടിക്കാറാ. പോടാ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോ. നീ നിന്റെ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. അവൻ കുറച്ചേരം മുട്ടിയിട്ട് അങ്ങ് പൊക്കോളും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ കോമളം. ഈടയോരോ മാംസപുഷ്പ നഗ്നയ ഭൂമിയെ തട്ടുടുപ്പിക്കുക ഉടയാട നീയും ഉണ്ടായിരുന്നൊരു കറവ് അടിച്ചളക്കി. അയ്യോ, ആനക്കുട്ടിയെ പോലെ നിൽക്കുന്ന കേട്ടോ. എന്തുവാടാ? എന്തോ എന്തുവാടാ? സുഖമാണോ? അതിനൊന്നും നീയൊന്നും അനുവദിക്കില്ലല്ലോ. സുഖമല്ലടാ, നിന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ച സുധാകരൻ. പോയിടി. അയ്യോ, എന്റെ ചേട്ടൻ കിഡ്നി പോയി. ചേട്ടാ, അയ്യോ ചെറുക്കാ, നിന്നെ എവിടെയൊക്കെ നോക്കിയടാ ഞാൻ. ഒരു സാധനം കൊണ്ടുവരുമ്പോ തിരിച്ചു പോകുമ്പോ എല്ലാം ഉണ്ടോ നോക്കണം. വിളിച്ചോണ്ട് പോ, വിളിച്ചോണ്ട് പോ. അത് വല്ല സർക്കസിലും കൊണ്ടാക്കടാ, നിനക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടും. അയ്യോ ചേട്ടാ, കഥകില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ അതിരാത്രി ആഘോഷിക്കും? കഥകില്ല. മെച്ചപ്പെട്ട ഇല്ലെന്നും പറഞ്ഞ് ആരെങ്കിലും ആനപ്പുറത്ത് കയറാതിരിക്കുവോ? ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? കഥകില്ലെങ്കിൽ വേണ്ട, വെള്ളം കൊണ്ടുകൊണ്ട് സുധാകരൻ ആദ്യ രാത്രി ആഘോഷിക്കും. വെള്ളമുണ്ടോ? ആദ്യമായിട്ടാ നോടി വെള്ളമുണ്ടെന്ന് കേൾക്കുന്നത്? അയ്യോ അല്ല. അല്ലല്ലോ, ലോക ചരിത്രത്തിൽ ആദ്യമായി വെള്ളം കൊണ്ടുകൊണ്ട് ആദ്യ രാത്രി ആഘോഷിച്ചവൻ സുധാകരൻ. ഇനി അങ്ങനെ അറിയപ്പെട്ട മതിയടി എന്നെ. ഇതിന്റെയൊക്കെ പിന്നണിയിൽ ആരാന്നറിയാവോ? ആരേട്ടാ? എന്റെ അമ്മ കോഴിത്തലയിൽ പണി തന്നു. ഒന്നീ പിഴച്ച മൂന്നും പിഴയ്ക്കാൻ സുധാകരൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ് എന്റെ കോമളം. എന്റെ സുധാകരേട്ടാ, ഇവിടെയോരോ മാംസപുഷ്പവും ഇണയെ തേടും രാവേ നഗ്നയ ചേട്ടാ ചേട്ടാ തല്ലി കൊല്ലില്ലേ? അതെന്റെ ആങ്ങളയാ, എന്റെ ആങ്ങളാ. സുധാകരൻ എന്നെ മനസ്സിലല്ലേ? ഞാൻ ഇവരെ ഒരേ ആങ്ങളാ. ഞങ്ങൾ ഇരട്ട വെച്ചതാ. ആഹാ, ചുമ്മാണ്. അപ്പൊ നിങ്ങൾ അമ്മ വെട്ടതല്ല? അതല്ലേ, അത് ടിൻസ് ആണെന്ന്. നിന്റെ ടെൻസ് ഞാൻ കുത്തി കീറും. എന്തിനാണ് ഈ പച്ചപ്പരാത്രിക്ക് ഇങ്ങോട്ട് കയറി വന്നത്? സുധാകരൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. സുധാകരൻ കല്യാണത്തിന് മുമ്പ് എന്റെ പിന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ വന്നല്ലോ. ഓ, 5 സ്റ്റാർ ഹോട്ടലിൽ നടത്തുന്ന നിന്റെ ആങ്ങളാ. മണ്ഡപത്ത് നിറഞ്ഞപ്പോ സുധാകരൻ ഞാനൊരു മാല ഇട്ടെന്നില്ല, 5 പവന്റെ മാല. 5 പവനാണോ? ഇപ്പൊ ഓർമ്മയുണ്ട്. അളിയനെന്തിനാ ഇങ്ങോട്ട് വന്നത്? അളിയ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോന്ന്? കല്യാണത്തിന് നല്ല വിയർക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഞാനേ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇവള് എന്റെ ഓരോരോ പെങ്ങൾ എന്നോട് ചോദിച്ചു. ആണോ? അതിന് ഉത്തരം നൽകാൻ പറ്റില്ല അളിയ. തെറ്റിച്ചു വിടുന്ന സ്വന്തം ആങ്ങള നെഞ്ചു പൊട്ടുന്ന എന്ത് ചോദ്യമായിട്ട് ചോദിച്ചത്? അതുകൊണ്ടല്ലേ അവൻ ഈ പച്ചപ്പരാത്രിക്ക് അതിന്റെ ഉത്തരവും തേടി വന്നത്. ശരി ശരി ശരി, അത്യാവശ്യമായിട്ട്. AC ഒന്നും ഇല്ലല്ലോ. AC ഇല്ല. തറവാട്ടിലേക്ക് വരണം കേട്ടോ. എടി, നീ ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി കാറിന്റെ അടുത്ത് വന്നപ്പോ നീ എന്തോ ആടി എന്നോട് പറഞ്ഞത്? 1000 സുന്ദരിമാർക്ക് ഒരു പാദസരം. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരമ്മ പൗഡർ ഇട്ട് ചന്തക്ക് പോയി, എന്താ അത്? പിന്നെ 1000. കുഞ്ഞമ്മ മാറി ഇവിടുന്ന്. ഇത്ര നാൾ എന്റെ വീട്ടുകാരെ കൊണ്ടായിരുന്നു ശല്യവും. ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കും ഓരോരുത്തമാര്. അവൻ എന്തു പാടി ഉണ്ടെന്ന് പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടൽ. ഈ പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിൽ ഞാനും കയറി. കാലിന്റെ കിഴിക്കട കോഴിയും പാറ്റി ഓടിഞ്ഞ അതോടെ 5 സ്റ്റാർ ഹോട്ടൽ. കൈ എഴുന്നടത്തുനിന്ന് പ്രസവിച്ചിടുന്ന 8 ഞാവലി പട്ടിയല്ല ഓട്ടിച്ചിട്ട് കടിക്കാൻ വന്നത്. എത്ര ഗുണമേട എത്ര പവന്റെ മാല അടിയാൻ തന്നത്? 5000 രൂപയുടെ മാല. 5000 രൂപയുടെ മാല. മണ്ടപത്തിന് ചൊറിയാൻ തുടങ്ങിയത് എന്റെ കഴുത്ത്. അറിയാവോ? നോക്ക്, പാമ്പ് വടം പൊടിക്കുന്ന പോലെ എല്ലാം കിട്ടിയിരിക്കുന്ന കോലം കണ്ടോ? വേണ്ട,
ഒന്നും ശ്രദ്ധിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കോമളവും എന്റെ സുധാകരേട്ടാ. അയ്യോ ചേട്ടാ, നേരം വെളുത്തു പോയല്ലോ. അവിടെ പോയി ഞാനിപ്പോ എന്ത് ചെയ്യാനാന്ന് നോക്കണേ. അല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തത് ചോദിക്കുക. എനിക്കെന്താണെന്നറിയാമേല ആദ്യ രാത്രി നടക്കാത്തത്. കഴിഞ്ഞ കഞ്ഞിമാസത്തെ ഒരു പറ്റിയ കല്ലെടുത്തെടുത്തായിരുന്നു. ഇനി അതിന്റെ പ്രാക്ക് വല്ലോ ആണോ എന്നറിയില്ലല്ലോ. ഇനിയിപ്പോ എന്തോ ചേട്ടാ? ഇനിയിപ്പോ എന്തോ ചെയ്യുന്നു? നേരം വെളുത്താലും വേണ്ടില്ല, ആദ്യ രാവിലെ ആഘോഷിക്കാം. അയ്യോ ചേട്ടാ, നേരം വെളുത്തു പോയില്ലേ? അതിനെന്താ കുഴപ്പം? ഇവിടെ അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നോടി? ഇവിടെ നേരം വെളുത്തെന്ന് പറഞ്ഞ് റബ്ബർ സ്റ്റേറ്റ് കോളനിയിൽ കറക്റ്റ് മുഹൂർത്തത്തിനല്ലേ നമ്മൾ താലി കെട്ടിയത്. ആദ്യ രാത്രിക്കും ആദ്യ രാവിലേക്കും അങ്ങനെ രാഹുവാലൊന്നും നോക്കാറില്ല. കൂട്ടുകാരികൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ കുറച്ചൊക്കെ കൈ നിട്ട് പറഞ്ഞാൽ മതി. 12-ന് 1 മണിക്ക് ഇടയ്ക്ക് വെച്ച് നമ്മൾ ആഘോഷിച്ച് തിമിർത്തെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാവിലെ ഇവിടെ സുവർണ നിമിഷങ്ങളാണ്. രാത്രി മാത്രമേ ഉള്ളൂ എനിക്ക് ശനി. രാവിലെ ആരും വരുത്തില്ല. എന്റെ കോമളം, എന്റെ സുധാകരേട്ടാ. എന്തുവാടാ അവിടെ? എന്തുവാ എടാ സുധാര, നമ്മൾ അമ്മമ്മ മരിച്ചുപോയി. ദൈവമേ, രക്ഷപ്പെട്ട്. ആ തള്ളയുടെ ശല്യം ഇതോടെ തീർന്നല്ലോ. വിഷമിക്കണ്ട, അമ്മമ്മയുടെ ആഗ്രഹപ്രകാരം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അടക്കാൻ. എന്താ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഇവിടെ വെച്ചാ? അപ്പൊ ഇനി ഇവിടെ വെച്ച് ചാക്കാന, പുളി, സഞ്ചിയാനം 16 അടിയന്തരം വരെ ഇവിടെ 3 ക്യാൻസല് പോ. വാലിടിച്ച് വെള്ളം കൂടിയടാ, അടക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാതെ. ഇതിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ? ഒരു മരണം നടക്കാൻ എന്ത് എളുപ്പം, പക്ഷെ ഒരു ജനനം നടക്കാൻ എന്ത് പാടാ. ഹലോ 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 ചെക്ക്. ഹലോ ഹലോ വളരണി തുടങ്ങട്ടെ. പോന്നാടുന്ന് എടി, അതല്ല നാടകം തുടങ്ങട്ടെ. സർക്കസുകാരി സഹൃദയരെ, പരിശുദ്ധവും പരിപാവനവുമായ ഈ മൈതാനത്ത് ഞങ്ങൾക്കൊരു പരിപാടി അവതരിപ്പിക്കാൻ ഒരു അവസരം ഒരുക്കി തന്ന കമ്മിറ്റി ഭാരവാഹികളുടെ അപേക്ഷയുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ നാടകത്തിന്റെ വിജയം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ റൂമിൽ പൂട്ടിയിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. കഴിഞ്ഞ വർഷം നിങ്ങളെ പ്രോത്സാഹനം മൂലം ഓൺ ദ സ്പോട്ടിൽ മൃതിയടഞ്ഞ ഞങ്ങളുടെ മെയിൻ നടനും ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീ പത്മശ്രീ സുധാകരണ്ണന്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. എന്റെ പൊന്നു സുധാകരണ്ണ, ഞങ്ങളെ കാത്തോണെ അണ്ണാ. നാടകം ആരംഭിക്കുന്നു. ഞങ്ങളുടെ നാടകത്തിന്റെ പേര് ഇന്നു ഞാൻ നാളെ നീ. എന്താകുമോ എന്തോ? രംഗത്ത് തമ്പുരാൻ, തെങ്ങുകയറ്റക്കാരൻ കുഞ്ഞപ്പൻ, തമ്പുരാട്ടി ബസ് സ്റ്റാൻഡ് ഓമന, വില്ലൻ പൊന്നപ്പൻ, ഫ്രോഡ് ഷിബു, തമ്പുരാട്ടിക്കുട്ടി, മൈക്കട് സന്ത. സഹൃദയരെ, ഈ നാടകത്തെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കണ്ട. ഈ നാടകം എങ്ങനെ അവതരിപ്പിക്കണോ, എങ്ങനെയൊക്കെ കൊണ്ടുപോകണം ഞങ്ങൾക്കറിയാം. സഹൃദയരെ, നാടകം അതാരംഭിക്കുന്നു. അമ്മേ കാത്തുള്ളടേ. ടിവിയിലെ നശിച്ച സീരിയല് കാരണം സമയത്ത് ആഹാരം പോലും കിട്ടാതായല്ലോ. എന്റെ സൂര്യജീവിലെ ദേവി, ഓ സംസാരിച്ചെന്ന് വർത്താനം പോയത് അറിഞ്ഞില്ല. ടിവിയിൽ സീരിയൽ തുടങ്ങിക്കാണും, പോയി കാണാം. ചെമ്പാവ് പുന്നില്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ. ചേട്ടൻ ഇവിടെ ആയിരുന്നു. ഞാൻ അവിടെ നോക്കിയത് വെറുതെ ആയല്ലോ. നീ എവിടാ നോക്കിയത്? പട്ടിക്കൂട്ടിൽ. ഇന്നെന്താ ചേട്ടൻ താമസിച്ചത്? പെട്ടെന്ന് വന്ന ദിവസങ്ങളിൽ നീ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലേ? ചേട്ടാ, എന്താ മക്കളെല്ലാവരും എപ്പോഴും അച്ഛനെ തിരക്കും. എന്താ എന്താ ഇത്ര സ്നേഹത്തോടെ അവർ തിരക്കുന്നത്? അമ്മേ, ഞങ്ങളുടെ അച്ഛൻ ആരാണെന്ന്. കുട്ടികളുടെ കാര്യത്തിൽ ഒരു സമ്പാദ്യശീലം വളർത്തണം. മക്കൾ 10-12 പേരായില്ലേ? കുട്ടികളുടെ കാര്യത്തിൽ ഇനിയും വേണം ഒരു സമ്പാദ്യം. ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്താണ് തരേണ്ടത്? എനിക്കിത്തിരി സ്വസ്ഥത വേണം. അതൊക്കെ പോട്ടെ. അതൊക്കെ എപ്പോഴേ പോയി. നാളെ എന്റെ ജന്മദിനമാണ്. ഈശ്വര പകനെ, കന്നിമാസം ഇതുവരെ തീർന്നില്ലേ? എടിയേ, നാളെ തന്നെ നമുക്കൊരു ഗ്യാസ് കണക്ഷൻ എടുക്കണം കേട്ടോ. എന്തേ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം? ഞാൻ എപ്പോഴും പറയാറില്ലേ, നീ ഈ വീട്ടിലെ വിളക്കാണെന്ന്. നീ നിന്ന് കത്തുന്നത് എനിക്ക് കണ്ണു നിറയെ കാണണം. വരുന്ന വഴിക്ക് ഞാൻ ആ ബ്രോക്കറെ കണ്ടു കേട്ടോ.
നല്ലൊരു ആലോചനയുണ്ടെന്ന് പറഞ്ഞു. ക്ഷമിക്കണം, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കരുത്. എടി വൃത്തികെട്ടവളെ, നമ്മുടെ മകളുടെ കാര്യമാ പറഞ്ഞെന്ന്. വെറുതെ നിങ്ങൾ എന്നെ ആശിപ്പിച്ചു. കൂട്ടത്തിൽ ഞാനും അറിയാതെ ആശിച്ചു പോയി. മിഴികളിൽ നാണം, മൊഴികളിൽ നാണം, ഇതാകവേ നാണം. അനനടയിലും നാണം, നിലയിലും നാണം, ഇതടിമൊടിയൊരു നാണം. ഇത്രയും നേരം നീ എവിടെ ഇരുന്നടി? ഞാൻ തൊഴാൻ പോയിരുന്നു. ഏത് വള്ളത്തിൽ? അയ്യോ അതല്ല, അമ്പലത്തിൽ അർച്ചന നടത്താൻ പോയെന്ന്. നിന്റെ അച്ഛൻ എന്താടി ഇതുവരെ നടക്കാറായില്ലയോ? അയ്യോ അതല്ല, അമ്പലത്തിൽ പോയി അർച്ചന നടത്തിയെന്ന്. ആട്ടെ, അച്ഛൻ ഇതുവരെ പോയില്ലേ? ഇല്ല. ഈശ്വര, അച്ഛൻ ഇനി ഇനി ഒരു വാക്ക് പോന്നത്. മോളെ, എന്താച്ചാ? അച്ഛൻ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അല്ല, വിവാഹം കഴിപ്പിച്ചയക്കാൻ തീരുമാനിച്ചു എന്ന്. അച്ഛാ, കല്യാണമേ എനിക്ക് ഇഷ്ടമല്ല. മോളെ, ഒളിച്ചോട്ടമായി എനിക്കിഷ്ടം. അതല്ലേച്ചാ വൃത്തി. മോളെ, നിന്നെ വളർത്തി വലുതാക്കിയത് രാജൻ പി ദേവാണടി. രാജൻ പി ദേവോ? അല്ല, രാജൻ എന്ന പിതാവാണെന്ന്. ശരിയാ, അന്ന് തൊട്ട് ഇന്ന് വരെയും നീ ഉറങ്ങിയതിനു ശേഷമേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ. എന്നോട് അത്രയ്ക്കും സ്നേഹമാണോ? സ്നേഹം കൊണ്ടല്ല, പിന്നെ നിന്നെ ഒട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ടാ. ഏതായാലും നിന്റെ കല്യാണം ഞങ്ങൾ അങ്ങ് ഉറപ്പിച്ചു. ഇല്ല, അത് നടക്കില്ല. അല്ല, ആരാ ഈ വരുന്നത്? ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നല്ലയോ? സാവിത്രി, ഇതാരാണെന്ന് മനസ്സിലായോ? മോളെ, നിനക്ക് മനസ്സിലാവോ ഇതാരാണെന്ന്? ഇല്ലച്ചാ. നിനക്ക് മനസ്സിലായില്ലല്ലയോ? ഇല്ല. എനിക്കും മനസ്സിലായില്ല. ആരാടാ നീ? എന്താടാ നിനക്കൂടെ കാര്യം? ആരാടാ നിന്റെ അമ്മാവൻ? നീ ഇപ്പൊ അമ്മാവെന്ന് വിളിക്കാനുള്ള കാരണം എന്താടാ? വെറുതെ അമ്മാവനോട് താല്പര്യം തോന്നി, അത്രമാത്രം. എടാ പൊന്നപ്പ, നീ ഇവിടെ വന്നുള്ള നിന്റെ ഡയലോഗ്സും അത് കഴിഞ്ഞുള്ള മൂമെന്റ്സും ഈ സ്ക്രിപ്റ്റിലുള്ളതല്ല, കടക്കടാ പുറത്ത്. ശരി. എടാ, എന്റെ പുറത്തല്ല, ഈ കുടുംബത്തിന് പുറത്ത്. അമ്മാവാ, ഞാനൊരു കാര്യം പറയാം. കാലത്തിന്റെ ഗഡ്ഗതികളിൽപ്പെട്ട് മാനത്തിന്റെ സാരൽ ജാൻപാൽക്കെ ഊപ്പർ ബടേ ഹേ സിക്കന്ദർ ബൽക്കെ ദാന ഇർത്തിന് ഇസ്കർത്തിന് അർത്ഥത്തിൽ ഇൻമർക്കത്തിന് അർത്ഥത്തിൽ നിർക്കിസിന് അർത്ഥത്തിലാകുന്ന അമ്മാവാ. ഐ ഡോണ്ട് ദ ബ്രിട്ടീഷ് ആക്സെന്റ്. എന്താടാ ഇത്? ആർക്കറിയാം? മനസ്സിലായി. ഇപ്പോഴാണ് നിന്റെ ഡയലോഗ്സും മൂവ്മെന്റ്സും എല്ലാം കറക്റ്റ് ആയത്. ബൈ ദ വേ, ഒരു കാര്യം ഞാൻ പറയാം. ഇവളെ എനിക്ക് കെട്ടിച്ച് തന്നില്ലെങ്കിൽ എന്താണ് എനിക്ക് കെട്ടിച്ചടാ? അല്ലെ പാവം കിട്ടോളൂ, ഞാൻ നല്ലടക്ക് നോക്കിക്കോളാന്ന്. ഇല്ല, ഇവളെ ഞാൻ നിനക്ക് കെട്ടിച്ച് തരില്ല. ഓഹോ, നിങ്ങൾ എനിക്ക് കെട്ടിച്ചു തരില്ലല്ലേ? എങ്കിൽ ഇന്ന് ഇവളെ ഞാൻ കുഞ്ഞിന്റെ അയ്യോ, അയ്യോ, എന്നെ വിടാൻ. അയ്യോ, എന്നെ വിടാൻ. അയ്യോ, അയ്യോ, എന്നെ ഒന്നും ചെയ്യാതിരിക്കരുതേ. അയ്യോ, അയ്യോ, എന്നെ ഒന്നും ചെയ്യാതിരിക്കരുതേ. മോളെ, ഡയലോഗ് തെറ്റിയെന്ന് വിടറാ എന്റെ മോളെ. ഞാനൊരു ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിനക്ക് ഇവളെ എങ്ങനെ പിടിക്കാൻ തോന്നി? ഓഹോ, എങ്കിൽ ഞാൻ നിങ്ങളെ പിടിക്കാം. അത് ശരി. അപ്പൊ നീ അവളെ കൈകൊണ്ട് ചാവാൻ തന്നെ തീരുമാനിച്ചല്ലേ? മനസ്സിലായില്ല. അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചതാടാ. എടാ, സ്വന്തം അച്ഛനും അമ്മയും നോക്കി നിൽക്കേ എന്റെ മകളെ കയറി പിടിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? വെറുതെ കയറി പിടിക്കാൻ ഒരു താല്പര്യം തോന്നി, അത്രമാത്രം. എടാ പൊന്നപ്പ, എന്താ നിന്റെ കക്ഷത്ത്? അമ്മവാ, കുട്ടിക്കാലത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശന്ന് വലിഞ്ഞ് ഞാൻ സർക്കാരിന്റെ തിളച്ചുമറിയുന്ന ഉച്ചക്കഞ്ഞിൽ ഉച്ചയും കുത്തി വീണപ്പോൾ കഞ്ഞിയിൽ തലകുത്തി മറിയുന്ന എന്നെ കണ്ട് കഞ്ഞി വെപ്പുകാരൻ കുട്ടപ്പന്റെ മുഖത്തു നോക്കി കൈകൊട്ടി ചിരിച്ചു. അതിന്നും ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അന്ന് എനിക്ക് പിടിപെട്ടതാണ് ഈ മാറാരോഗം, ബ്ലഡ് ക്യാൻസർ എന്ന മഹാരോഗം. മനസ്സിലായില്ല. ചോരയുടെ അസുഖം. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ ആ രോഗം വേരോടെ പിഴുതെടുത്തു. അതിന്റെ വേരാണമ്മാവാ ഇത്. നിർത്ത്. വേരിന്റെ കാര്യം ഇപ്പോൾ പറയാൻ കാരണം? വെറുതെ വേരിനോട് താല്പര്യം തോന്നി, അത്രമാത്രം. അമ്മാച്ച, അകത്ത് പോ. അമ്മാച്ചനോ? അയ്യോ, അതല്ല, അമ്മയും അച്ഛനും അകത്ത് പോകാൻ. പൊന്നപ്പനെ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. എന്റെ കരൾ കൊമ്പിലും ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ. അല്ല അണ്ണാച്ചി. അണ്ണാച്ചിയോ? ഞാൻ അണ്ണാച്ചിയല്ല, പൊന്നപ്പനാ, പൊന്നപ്പൻ. അയ്യോ, അണ്ണാന്ന് വിളിച്ചപ്പോ അറിയാതൊരു തുമ്മല് വന്നതാ.
നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് കുട്ടിക്കാലത്ത് അവളുടെ രാവുകൾ സിനിമ കാണണമെന്ന് വാശി പിടിച്ച് കരഞ്ഞ നിന്നെ പകരം ഷക്കീല ചിത്രങ്ങൾ 12 തവണ കണ്ടിട്ട് വന്ന് ഞാൻ നിനക്ക് കഥ പറഞ്ഞു തന്നില്ലേ? അന്ന് നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല. നഷ്ടപ്പെട്ടത് എനിക്കാണ്, എനിക്ക് മാത്രം. എന്ത്? എന്റെ ഈ ശരീരം. സുഹൃദക്ഷയം അല്ലാണ്ട് എന്താ പറയുക? സുഹൃദക്ഷയമല്ല, നല്ല ഒന്നാന്തരം ക്ഷയം. ഒന്ന് ചോദിച്ചാൽ വീട്ടിലിരിക്കുന്ന വെങ്കലം വരെ കിലുങ്ങും. നിർത്ത്. ക്ഷയത്തെ പറ്റി ഇവിടെ സംസാരിക്കാൻ കാരണം? വെറുതെ ക്ഷയത്തോടൊരു താല്പര്യം തോന്നി, അത്രമാത്രം. പൊന്നപ്പൻ ചേട്ടാ, ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വിവാഹം നടക്കില്ല. കാരണം ഇന്ന് ഞാൻ 3-4 ദിവസം ഗർഭിണിയാണ്. അല്ല, 3-4 മാസം ഗർഭിണിയാണ്. മെടുക്ക് വെരി ഗുഡ്. സാത്രിക്കുട്ടി, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോടി? എടി ആണോന്ന് പറയടി. ആരാടി ഇതിന് ഉത്തരവാദി? പറയാം. ഇവിടെ ഞായറാഴ്ച തോറും പിരിവിന് വരുന്ന അണ്ണാച്ചിയാണ്. മാസാമാസം പലിശ കൊടുക്കാതെ വന്നപ്പോ പലിശക്കാരൻ അണ്ണാച്ചി തന്നിട്ട് പോയ മുതലാണച്ചാ ഇത്. ഈ പാണ്ടി കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും അച്ഛാ, എങ്ങനെ വളർത്തും? സാത്രിക്കുട്ടി, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നീങ്ങി വാ. சுப்பிரமணியா, டேய், ஒரம்போக்கு நாய, தைரியம் இருந்தா வெளிய வாடா. உன்னைய கையில கடிச்சிட்டு துப்பாக்கியில சுட்டுடுவா. சன் டிவி வழக்கு தமிழ் മാலை. നീ ഇപ്പൊ തമിഴ് പറയാനുള്ള കാരണം? വെറുതെ തമിഴിനോട് താല്പര്യം തോന്നി, അത്രമാത്രം. മോളെ, ഈ കുടുംബത്തെ ഇനി ആര് രക്ഷിക്കും പറയടി? അമ്മാവനും അമ്മാവിയും പേടിക്കണ്ട, ഇവളെയും ഈ ഗർഭത്തെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. നീ ഇപ്പൊ ഗർഭത്തെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം? വെറുതെ ഗർഭത്തോടൊരു താല്പര്യം തോന്നി, അത്രമാത്രം. അപ്പോൾ ഈ കുഞ്ഞോ? ആ കുഞ്ഞിനെ ഏറ്റെടുക്കുവാനും ഞാൻ തയ്യാറാണ്. നിർത്ത്. ഇപ്പോൾ നീ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം? വെറുതെ കുഞ്ഞിനോട് താല്പര്യം തോന്നി, അത്രമാത്രം. എങ്കിൽ ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ്. ഇപ്പോൾ നിങ്ങൾ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാൻ കാരണം? വെറുതെ ഞങ്ങൾക്ക് നിന്നോട് താല്പര്യം തോന്നി, അത്രമാത്രം. എന്റെ പൊന്നെ, ആരാണ് ഈ താല്പര്യം കണ്ടുപിടിച്ചത്? മലയാള ചലച്ചിത്ര വേദിയിൽ ഗാനരംഗത്ത് ഏറെ ശ്രദ്ധേയനായ പ്രിയതാരം. ഇന്ന് അദ്ദേഹം നല്ലൊരു സംഗീത സംവിധായകനും അതിലേറെ ഒട്ടനവധി മ്യൂസിക്കൽ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവും കൂടിയാണ്. മറ്റാരുമല്ല, മലയാളത്തിന്റെ പ്രിയതാരം MG ശ്രീകുമാർ. ആദ്യമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു MG ശ്രീകുമാർ. കടുകിട്ടു വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുക്കിട്ടു വലിക്കല്ല നെടുക്കിപ്പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ. പട്ട പെടക്കെന്ന് ഹാത്ത്, നീ വണങ്ങിയാൽ ഉടനെ അറ്റാക്ക്. കത്തി കയറുന്ന കണക്കുള്ള പോക്ക്, മത്തു പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക്. കരിമ്പിന്റെ രസമുള്ള നീ തന്നെ, വാ 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 വാ, സുഖത്തിന്റെ സരിഗമ നീ തന്നെ. കടുകിട്ടു വറുത്തൊരു കടക്കണ്ണു. താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, മലയാള ചലച്ചിത്ര വേദിയിൽ സത്യനേശൻ നാടാർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു പരിചയവും കാണില്ല. വർഷങ്ങൾക്ക് മുൻപുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സത്യൻ. ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് മലയാള ചലച്ചിത്ര വേദിയിലെ പ്രിയതാരമായി മൺമറഞ്ഞു പോയ ശ്രീ സത്യൻ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, എനിക്കറിയാടി. വരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്. നട നട എന്ന് നട കണ്ട തെയ്യം മുടിയടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്. എനിക്കും നട നട
ഇത്രയും നേരം നോക്കിയത് പോലെ പെണ്ണെ. വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്. താങ്ക് യു. പ്രിയരെ, മലയാള ചലച്ചിത്ര വേദിയിൽ ഭരത് മോഹൻലാൽ ഒരുപാട് മനോഹരങ്ങളായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അവയിൽ ഏറെ ശ്രദ്ധേയമാണ് വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം ഒരുക്കിയ ആ മനോഹരമായ കഥാപാത്രം. തൊട്ടു പിന്നാലെ നിങ്ങളുടെ മുമ്പിലെത്തുകയാണ് വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിലെ ഭരത് മോഹൻലാൽ. താങ്ക് യു. പ്രിയരെ, മലയാള ചരിത്രവേദിയിൽ പോലീസ് കഥാപാത്രങ്ങൾ വളരെ പൗരുഷമായി അവതരിപ്പിക്കുന്ന പ്രിയതാരം, പോലീസ് കഥാപാത്രങ്ങളെ എന്നും പൂർണ്ണതയിലെത്തിക്കുന്ന പ്രിയതാരം മറ്റാരുമല്ല സുരേഷ് ഗോപി തന്നെയാണ്. ഇനി തൊട്ടു പിന്നാലെ നിങ്ങളുടെ മുമ്പിലെത്തുന്നു ഭരത് സുരേഷ് ഗോപി. മണിമുറ്റത്താവണി പന്തൽ മേലാക്കുപോലെ അടിയാരത്തമ്പിളിപ്പന്തൽ. മണിമുറ്റത്താവണി പന്തൽ മേലാക്കുപോലെ അടിയാരത്തമ്പിളിപ്പന്തൽ. മണവാട്ടി പെൺമകന്ന് ആ ഭൂമി പൂത്തിറങ്ങ് ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി മുല്ലേ ഇന്നല്ലേ നിന്റെ കല്യാണം. താങ്ക് യു. ഭീമൻ എന്ന ചിത്രത്തിലൂടെ മലയാള ചരിത്രവേദിയിലേക്ക് കടന്നു വന്ന വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് നമ്മളെ വിസ്മയിപ്പിച്ച് ഈ അടുത്ത കാലത്ത് കോമഡിയും തനിക്ക് ഇണങ്ങും എന്ന് തെളിയിച്ച് മലയാളത്തിന്റെ പ്രിയതാരം ഭീമൻ രഘു. താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, മലയാള ചരിത്രവേദിയിലേക്ക് കൊച്ചിൻ കലാഭവനിലൂടെ കടന്നു വന്ന മറ്റൊരു പ്രിയതാരം, കോമഡി വില്ലൻ കഥാപാത്രങ്ങൾ അവസാന നിമിഷങ്ങളിൽ അവതരിപ്പിച്ച് നമ്മളെ വിസ്മയിപ്പിച്ച് നമ്മളെല്ലാവരെയും കണ്ണീരണിയിച്ചുകൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞുപോയ കൊച്ചിൻ ഹനീഫ. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണനക്ക്
ചാടി മഞ്ഞപ്പുൽ ചാടി ചമലപ്പുൽ ചാടി പുള്ളിപ്പുൽ ചാടി ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി തുള്ളി അലപ്പ് കൂട്ടില്ലാതെ റിപ്പ് നീയോ ഞാനോ നീയോ പുൽച്ചാടി ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി. താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, മനോഹരമായ ഈ ഫിഗർ ഷോ ഇനിയും തുടരുന്നതാണ്. അതിനിടയ്ക്ക് ഇനി മലയാള ചരിത്രവേദിയിലെ ഏതാനും ചില താരങ്ങളുടെ ശബ്ദാനുകരണത്തിന് ലോകത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ മനോഹരമായ ശബ്ദം ഒരുക്കുന്നത് മിസ്റ്റർ പ്രജിത്ത് ആണ്. പ്രജിത്തിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മിസ്റ്റർ പ്രജിത്ത്. പ്രജിത്ത് നമ്മുടെ മത്സരവേദികളിൽ മാത്രമല്ല മറ്റ് റിയാലിറ്റി ഷോകളിലും അതുപോലെ തന്നെ ഇതുപോലുള്ള മെഗാ ഷോകളിലും ഒരുപാട് താരങ്ങളുടെ ശബ്ദം അനുകരിക്കാറുണ്ടെന്ന് ഞങ്ങൾ അറിയും. അപ്പോൾ ഏതാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്? ആദ്യമായിട്ട് ഏത് താരത്തിന്റെ ശബ്ദമാണ് അനുകരിക്കുന്നത്? ചേട്ടാ ആദ്യമായിട്ട് ചെയ്യുന്നത് കാവ്യ മാധവന്റെ ഇന്റർവ്യൂ വോയിസ്. കാവ്യമാധവന്റെ യഥാർത്ഥ വോയിസ് ആയിരിക്കും അല്ലേ? സിനിമയിലെ ഡബിംഗ് അല്ലാത്ത കാവ്യമാധവന്റെ യഥാർത്ഥ വോയിസ് ആണ്. ഒരു ഇന്റർവ്യൂവിലൂടെയുള്ള കാവ്യമാധവന്റെ വോയിസ് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, കാവ്യമാധവൻ. എന്തോരം ആൾക്കാരാ അവിടെ. അയ്യോ, സത്യം പറഞ്ഞാല് എനിക്കിവിടെ വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലോട്ട് വരുന്നത് പൂക്കാലം വരവായി എന്നുള്ള കമൽ സാറിന്റെ ഫിലിമിൽ കൂടെ ആയിരുന്നു. പിന്നെ നായികാവേഷം ചെയ്യുന്നത് ചന്ദ്രദിക്കും നദിക്കില്ലെന്ന സിനിമയിലാണ്. ലാലുച്ചേട്ടന്റെ ഫിലിമായിരുന്നു. ദിലീപേട്ടനായിരുന്നു ഹീറോ. എൻ്റെ ഏറ്റവും പുതിയ സിനിമ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. ഇതെല്ലാവരും പോയിട്ട് കാണണം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല, ഒക്കെ ദിലീപേട്ടനെ അറിയൂ. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരമായിരുന്നു, സൂപ്പർ ആയിട്ടുണ്ട്. അടുത്തത് ആരാണ്? ചേട്ടാ അടുത്തതായിട്ട് രേവതി. രേവതി എന്ന് പറയുമ്പോൾ ഏത് ചിത്രത്തിലെയാണ്? രേവതിയുടെ കിലുക്കം എന്ന ചിത്രത്തിൽ. കിലുക്കം എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം. കാരണം കിലുക്കം എന്ന സിനിമ ഒരു തവണയല്ല, അതിലേറെ തവണ കണ്ടവരാണ് നമ്മൾ എല്ലാവരും. അതിലെ ഓരോ താരങ്ങളും ശ്രദ്ധയാകർഷിച്ചവരാണ്. കിലുക്കം എന്ന ചിത്രത്തിലൂടെ രേവതി. പ്രധാനമന്ത്രി അപ്പൊ നീ കഴുത പറയാ എന്റെ അമ്മാവന്റെ വഹയല്ല ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വഹയാണ് ഹോട്ടലിൽ നിന്ന്. അപ്പൊ അവ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടീന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തിനെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കുട എടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തുകുത്തി. എന്റെ കുടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിലെറിഞ്ഞു, പൊട്ടിച്ചു. എന്നിട്ട് ഒരുത്തിനെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്ത എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെ അമ്മുമ്മനെ ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ച് കൊടുത്തു. അവനെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഞാൻ വേറൊന്നും ചെയ്തില്ല, ഇത്ര ചെയ്തുള്ളൂ. അതിനാണ് അവന്മാരിങ്ങനെ ബഹളം വെക്കുന്നത്. ഓക്കെ, താങ്ക് യു. വളരെ വളരെ മനോഹരം, വെരി ബ്യൂട്ടിഫുൾ. അടുത്ത ഏതാണ്? ചേട്ടാ ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ പറ്റി ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് കേൾക്കാം. ബിന്ദു പണിക്കർ. എടാ അശോക, പഠിപ്പ് എന്നെ പഠിപ്പ്. അവസാനം ഈ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. ഓക്കെ, ഇനി വരാണ് നമ്മുടെ തീർന്ന. അപ്പോ അടുത്ത ചേട്ടാ കമോൺ. ഇനി മലയാള ചരിത്രവേദിയിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചില താരങ്ങളുടെ ശബ്ദാനുകരണവുമായി ദീപു എത്തുകയാണ്. വെൽക്കം മിസ്റ്റർ ദീപു. ആദ്യമായിട്ട് ആരുടെ ശബ്ദമാണ് അനുകരിക്കുന്നത്? ചേട്ടാ ഞാൻ ആദ്യമായിട്ട് സുരാജ് ചേട്ടന്റെ വോയിസ്. സുരാജ് വെഞ്ഞാറമൂട്. ഒരു കയ്യടി സുരാജ് വെഞ്ഞാറമൂടിന് ഒരു കയ്യടി കൊടുക്കാം. ഓക്കെ, താങ്ക് യു. സുരാജ് വെഞ്ഞാറമൂടിന്റെ മനോഹരമായ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. എടാ അത് കാര്യമുണ്ട്. ഇന്റർവ്യൂ ചെയ്യണോമാരെന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി, അപ്പൊ അമ്മമാർക്ക് ആളപ്പിടിയിട്ടും. എന്തേരും അറിഞ്ഞൂടാ, മുഖത്തൊരുപാട് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തേക്ക് തള്ളി തള്ളി കയറി വരും. വിരോധമില്ലെങ്കിൽ അലാറോ അറബി അറിയില്ലല്ലേ കൂടെ വരാൻ. വളരെ മനോഹരമായിട്ടുണ്ട്, അടിപൊളി. അപ്പോ വെഞ്ഞാറമൂടിന്റെ വേറെ ഏതെങ്കിലും ശൈലിയിലുള്ള ശബ്ദമായിരിക്കും? സുരാജ് ചേട്ടൻ സ്റ്റേജ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, കുടിയൻ. ഓക്കെ ഓക്കെ ഓക്കെ. എടേ പിടുത്തു ഓവറായി പോയി, ഒന്നും അറിയാൻ വയ്യ. നീയേ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വലിഞ്ഞു പിടിച്ച് കയറിയെന്ന്. അതുപോലെ ഒന്ന് ഊരി നോക്കിയാണ്. എന്റെ ഭഗവാനെ, എനിക്ക് ഊരണ്ട. ഇവന് നേരത്തെ വലിച്ച് കയറ്റാൻ തോന്നിയത്. എടേ ഇത് വന്ന്. ഓക്കെ, വേറെ ഏതെങ്കിലും ഉണ്ടോ വേറെ ഏതെങ്കിലും വോയിസ്? പിന്നെ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരാജ് ചേട്ടൻ വേദിയിലേക്ക് എങ്ങനെ ആയിരിക്കും? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇവന് മട അടങ്ങിയെന്ന്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. എന്നാ ചായ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കണേ തള്ള. ഈ കിളവി ഇതെന്തര വിളക്കണേ. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് ഭീമൻ രഘു. ഭീമൻ രഘു. ഓക്കെ, ഭീമൻ രഘു.
പുള്ളി ഒരു പദ്യപാരായണ വേദിയിലേക്ക് എത്തുകയാണ്. പദ്യപാരായണം. ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ, മഹാകവി ഋഷഭാവയുടെ അമ്മച്ചി അതങ്ങ് തന്നേര് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ശൗവലിന് കുത്തിക്കോരിയ ഏതാനും വരികളാണ് ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇന്നാ പിടിച്ചോ. യൗച്ചി മണ്ടേലെ ഉന്നയിന പാക്കയിലെ കിട്ടാനി വന്നാലും പുല്ല് കംപ്ലീറ്റ്. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരം. അടുത്തതാണ്. അടുത്തായിട്ട് മനോജ് കെ ജയൻ. മനോജ് കെ ജയൻ. ഓക്കെ. ഞാനാ രാജസെൽവം, ഈ മുതലാളിയുടെ ഏക മകൻ, ഇവിടത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടിയനായ പുത്രൻ. നേരത്തെ പറഞ്ഞല്ലോ രാജരത്നപിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ അവസാനത്തെ സംരംഭമെന്ന്. അവ കറം പറ്റും ഒടുക്കത്തെ സംരംഭം. തള്ളയുടെ പേരും പറഞ്ഞ് തന്തേ കൂട്ടുപിട്ടി ചൊണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരമായിരിക്കുന്നു. മനോജ് കെ വോയിസ് ഒന്നും ഇതുവരെ മിമിക്രി വേദിയിൽ നമ്മൾ ആരും അനുകരിച്ച് കേട്ടിട്ടില്ല. വളരെ മനോഹരമായിട്ടുണ്ട്. അടുത്തതാണ്. തീർന്നോ? ദീപയുടെ വെടിമരുന്ന് തീർന്നു. ഇനിയിപ്പോ ആരാണത്? ഇനി ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത്. ഓക്കെ, ഒരു നടൻ കൂടെ. ഇന്ദ്രജിത്ത്. താഴ്ന്നു നിന്നേ. എന്നെ മനസ്സിലായ? എവിടെ മനസ്സിലാവാൻ? അന്ന് എനിക്ക് 10-12 വയസ്സ്. അന്ന് തന്റെ പരാക്രമത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അച്ഛനെയാ. തനിക്കറിയോ, എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം മുഴുപ്പട്ടിണിയായിരുന്നു. മുഴുപ്പട്ടിണി. പട്ടിണി സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ എങ്ങാണ്ടെന്നാ വന്നൊരു വരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നിട്ടും കുമാരൻ ഇത്തുറ വിട്ടു പോയില്ല. വള്ളത്തിൽ പോയും കൊണ്ടും കൊടുത്തു അങ്ങ് വളർന്ന്. ഞാൻ വളർന്നപ്പോ എന്റെ കുറുമ്പ് അങ്ങോട്ട് വളർന്ന്. ഇപ്പൊ എല്ലാരും വിളിക്കുന്ന കൊമ്പൻകുമാരെന്ന. ഒരുപാട് തൊലത്തല്ലേ നമ്പൂരിച്ചൻ ചെല്ല്. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയോടെ ദബുവിനെ നമുക്ക് വേദിയിൽ നിന്ന് വിടവാങ്ങാം. ഓക്കെ, താങ്ക് യു. ഇനി ഒരിക്കൽ കൂടെ മലയാളത്തിന്റെ പ്രിയ താരം ഭരത് മോഹൻലാൽ വേദിയിൽ എത്തുകയാണ്. അദ്ദേഹം അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ സാഗർ എലിയാസ് ചാക്കി എന്ന ചിത്രത്തിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തുന്നു. സാഗർ എലിയാസ് ചാക്കിയായി ഭരത് മോഹൻലാൽ. സെയ്ദ് സഹൽ എന്ന കുട്ടിയുടെ മാതാവ് വേദിക്ക് തൊട്ടടുത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവൻ ഈ ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിനടുത്തേക്ക് വരണം. സെയ്ദ് സഹൽ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. മാതാവ് വേദിക്ക് തൊട്ട് പിറകിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം നടക്കുന്ന ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് സ്റ്റേജിന് പിറകിലേക്ക് കടന്നു വരണം അറിയിക്കുകയാണ്. ഇനി മലയാള ചരിത്ര വേദിയിൽ നിന്ന് വ്യത്യസ്തമായി തമിഴകത്തിന്റെ ആക്ഷൻ ഹീറോ സ്റ്റൈൽ മനൻ രജനീകാന്ത് വേദിയിലെത്തുകയാണ്. അദ്ദേഹം അഭിനയിച്ച് സുന്ദരമാക്കിയ മനോഹരമായ ഒരു സിനിമയിൽ ഒരു സൂപ്പർ ഹിറ്റ് ഗാനത്തിനൊപ്പം നിങ്ങളുടെ മുമ്പിലെത്തുന്നു. രജനീകാന്ത്. దేవుడా దేవుడా ఏడుమల దేవుడా చూడుడా చూడుడా ఎంగ పక్కం చూడుడా దేవుడా దేవుడా ఏడుమల దేవుడా చూడుడా చూడుడా ఎంగ పక్కం చూడుడా எங்காடு உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்டத்திட்டா ரிப்பீட் எங்காடு உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்டத்திட்டா சக்தி எல்லாம் ஒன்று சேர்ந்தாரே சொர்க்கம் வரும் இந்த
ഓക്കെ, താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരികയാണ് മലയാളത്തിന്റെ പ്രിയതാരം ഭരത് മോഹൻലാൽ. ഏതൊരു വേദിയിലും മോഹൻലാലിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയാണത്. അദ്ദേഹത്തിന്റെ മാറി മാറി വരുന്ന ഫിഗറുകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്തത് തന്നെ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ലാലേട്ടന്. ഇനി വന്ദനം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു ഭരത് മോഹൻലാൽ. കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴി കവിതയുമായി എന്റെ ഗാഥ നിന്റെ ചൊടിയിൽ വിരിയും അലരിനാളികൾ മധുമുകരും. എങ്ങനെ 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 കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴി കവിതയുമായി എന്റെ ഗാഥ. താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ഭരത് മോഹൻലാൽ. ഈ അടുത്ത കാലത്ത് അദ്ദേഹം അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളും അതുപോലെ തന്നെ മേജർ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ പ്രിയ താരം ഭരത് മോഹൻലാൽ. മേജർ മഹാദേവൻ ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. മോഹൻലാലിന്റെ ഏറെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് മേജർ മഹാദേവൻ. എല്ലാവരുടെയും നിറഞ്ഞ പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചു. താങ്ക് യു. പ്രിയ സുഹൃത്തുക്കളെ, മലയാള ചരിത്രവേദിയിലെ പ്രിയതാരങ്ങളുടെ ഫിഗർ ഷോ ഈ വേദിയിൽ പര്യവസാനിക്കുകയാണ്. ഇനി മനോഹരമായൊരു നൃത്തരൂപത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏതൊരു വേദിയിലും കാണികളുടെ മുക്തകണ്ഠ പ്രശംസ പിടിച്ചു പറ്റുന്ന മനോഹരമായൊരു നൃത്തരൂപമാണ് ഫയർ ഡാൻസ്. ഇനി ഞങ്ങളുടെ ബിഫോർ യു മ്യൂസിക് ഹൈവേയുടെ പ്രിയ നർത്തകർ ഒരുക്കുന്ന മനോഹരമായൊരു സിനി സ്റ്റൈൽ ഡാൻസ് ഫയർ ഡാൻസ് ആണ്. കൊച്ചുകുട്ടികളുടെ ഒരു അറിയിപ്പ്: ഇന്ന് വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ ആരും തന്നെ മണ്ണെണ്ണ എടുത്തിട്ട് ഈ ഒരു നൃത്തം ചെയ്യാൻ ശ്രമിക്കരുത്, അപകടം വരുത്തും. വർഷങ്ങളുടെ പരിചയത്തിലൂടെ ഞങ്ങളുടെ പ്രിയ താരങ്ങൾ ആർജിച്ച ഈ കലാരൂപം ഈ വേദിയിലെത്തുകയാണ്. ഫയർ ഡാൻസ്.